ആന്റി, എന്ത് പണിയായി കാണിച്ചത്? പാർവതിയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടും ആന്റി ഇത് പാഴാക്കിയില്ലേ? മോളെ, ഇപ്പൊ ഞാനൊരു വീട്ടമ്മയായി എന്റെ കുടുംബത്തിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന കാണുമ്പോ എനിക്ക് കാര്യപ്രാപ്തി ഇല്ലാന്ന് നിനക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ കൈലാഷ് ഉണ്ടാവുന്നതിന് മുമ്പ് ഈ കമ്പനിയില് നിന്നേക്കാൾ വലിയൊരു സ്ഥാനം ഉത്തരവാദിത്വത്തോടെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനെടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ നീ നിക്കരുത്. സോറി ആന്റി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പാർവതിയെയും പ്രിയനെയും കൈലാഷിനെതിരെ തിരിക്കാൻ ശ്രമിച്ചതിന് അവൻ എന്നോട് നല്ല ദേഷ്യമുണ്ട്. ഇപ്പൊ അവന്റെ വിശ്വാസം തിരിച്ചു പിടിക്കലാണ് എന്റെ ലക്ഷ്യം. പക്ഷേ പാർവതി, ഞാൻ അവളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ കൈലാഷ് അവളുടെ പുറകെ നടക്കുന്നത് നിർത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പകരം അവളോട് കൂടുതൽ സഹതാപം തോന്നുകയുള്ളൂ. അതുപോലെ അവളെ പുറത്താക്കിയതിന് എന്നെ വെറുക്കുകയും ചെയ്യും. അങ്ങനെ ആ ദരിദ്രവാസിക്ക് വേണ്ടി എന്റെ മകന്റെ മുമ്പിൽ ഒരു വില്ലത്തിയാവാൻ എനിക്ക് മനസ്സില്ല. കൈലാഷിന് ഇഷ്ടമുള്ളതുപോലെ നടന്നാൽ മാത്രമേ എനിക്ക് അവനെ സ്വാധീനിക്കാൻ കഴിയൂ. പാർവതിയെ തോൽപ്പിക്കാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. ഇതൊക്കെ പോസിബിൾ ആയ കാര്യമാണ് ആന്റി. കൈലാഷ് വീണ്ടും നമ്മളെ വിശ്വസിക്കൂ? നിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എന്നെ അവൻ വിശ്വസിക്കും. കാരണം ഞാൻ അവന്റെ അമ്മയാ. ഓഹോ, അപ്പൊ കൈലാഷ് എന്നെ വെറുത്താലും ആന്റിക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? കൈലാഷിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. മുക്ത, ആന്റി, പ്രിയനും പാർവതിയും തമ്മില് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് നിനക്ക് സംശയമില്ലേ? അത് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ ശ്രമിക്കും. അവര് തമ്മിൽ ശരിക്കും സ്നേഹത്തിലായ പാർവതി തന്നെ കൈലാഷിനെ വേണ്ടെന്ന് പറയും. അങ്ങനെ ചെയ്ത പാർവതി അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ അവന്റെ മുമ്പിൽ കുറ്റക്കാരിയാവുകയും ചെയ്യില്ല. അത് കൊള്ളാലോ ആന്റി. നമ്മള് കൈലാഷിനെ കൊണ്ട് പാർവതിയെ വേണ്ടെന്ന് വെപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അതിനേക്കാൾ നല്ലത് പ്രിയന് വേണ്ടി പാർവതി കൈലാഷിനെ ഒഴിവാക്കുന്നത്. അങ്ങനെ സംഭവിച്ചാ പാർവതിയെ കൈലാഷ് വെറുക്കാൻ തുടങ്ങും. നീയെ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി.